പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഉറച്ചു നിൽക്കുന്ന സിപിഐ അനുനയിപ്പിക്കാൻ LDF കൺവീനർ TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നതിനാൽ അതിനുശേഷമേ കൂടിക്കാഴ്ചയുണ്ടാകൂ. എപ്പോൾ എത്തുമെന്ന് TP രാമകൃഷ്ണൻ അറിയിച്ചിട്ടില്ല എന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇന്ന് സമയവും സൗകര്യമൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ കാണാം എന്നുള്ളതാണ്. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ പറഞ്ഞു തീർക്കേണ്ട, ഇങ്ങനെ ഒരു പുറത്തൊരു സംവാദം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല. പരസ്പര കൂടിയാലോചനയിലൂടെ ധാരണയിലെത്തേണ്ടതാണ്. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാനും ബിനോയ് വിശ്വവും തമ്മിൽ വളരെ കാലത്തെ പരസ്പര ബന്ധവും സുഹൃത്തുക്കളുമാണ്. ആ നിലയിൽ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുമുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കാണലാണ്. അല്ല, അതുണ്ടാവില്ല എന്നുള്ളത് ഇന്നത്തെ യോഗത്തിന്റെ സമയത്തിന്റെ ഒക്കെ അനുസരിച്ചിട്ടാണ്. ഇന്നറിയിപ്പൊന്നുണ്ടായിട്ടില്ല. ഒരറിയിപ്പില്ല. നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, പിന്നെ അറിയിപ്പൊന്നുമില്ല. നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, പിന്നെ അറിയിപ്പൊന്നുമില്ല. ഇതൊരു അറിയിപ്പൊന്നുമില്ല. ചർച്ചയുടെ വിശദാംശങ്ങൾ ബിനോയ് വിശ്വം പുറത്തു പറഞ്ഞതിൽ കടുത്ത എതിർപ്പിലാണ് CPIM. ഈ പശ്ചാത്തലത്തിൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയാലോ എന്ന ആലോചനയും CPM നേതാക്കൾക്കുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ, ചർച്ച ഇല്ലാതിരിക്കുക തന്നെയാണ് നിലവിലുള്ളത്. ചില സൂചനകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ TP രാമകൃഷ്ണൻ പോകുമ്പോൾ ബിനോയ് വിശ്വവുമായി എനിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് വ്യക്തിപരമായ സൗഹൃദം കൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒന്നല്ല. അത് ഒരിക്കലുമല്ല. ഈ ചർച്ച നടത്തി ഈ വിഷയത്തിൽ CPIയെ അവരെ CPIMന്റെ പാതയിലേക്ക് കൊണ്ടുവരിക, ഈ വിഷയത്തിൽ മറ്റൊരു ഓപ്ഷന് മുമ്പിലില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു LDF കൺവീനർ ബിനോയ് വിശ്വത്തെ കാണുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഏതാണ്ടൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്നാണ് CPIM നേതൃത്വം പറയുന്നത്. അതിൽ അവർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് എന്ന് മാത്രമല്ല, ഒരു ചർച്ചയ്ക്ക് ഉള്ള വഴി മുന്നിൽ കിടക്കുമ്പോൾ തന്നെ ബിനോയ് വിശ്വം മിനിഞ്ഞാന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, ഉപനേതാവ് സ്ഥാനം കിട്ടിയേ തീരുവെന്ന നിലപാട് മാധ്യമങ്ങൾക്ക് കൂടി മുന്നിൽ കൂടി എടുത്തതിൽ CPIMന് പ്രതിഷേധമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ നിശ്ചയിച്ച ആ ചർച്ച തന്നെ വേണമോ എന്നൊരു റീതിങ്കിങ് CPIM നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ CPIM പോയി മുമ്പ് നിശ്ചയിച്ചതുപോലെ ചർച്ച നടത്തണമെന്ന് തീരുമാനിച്ചാൽ മാത്രമായിരിക്കും ചർച്ച ഉണ്ടാവുക. പക്ഷേ അത്തരമൊരു ചർച്ച നടക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാനും പറ്റില്ല. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയില്ലാതെ CPMഉം CPIയും തുടരുകയാണ്. അതിനിടയിലാണ് TP രാമകൃഷ്ണൻ ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത്.